നിക്കാഹ്, കല്യാണം, സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു. മന്തി വേൾഡ്, ദ അറബിക് കുസീൻ, വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം, നിലമ്പൂർ റോഡ്, കരുളായി, പള്ളിപ്പടി. നിലമ്പൂർ നഗരസഭയിൽ UDF സമ്പൂർണ്ണ ആധിപത്യത്തോടെ ഭരണം തിരിച്ചുപിടിച്ചതോടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള ചർച്ച സജീവം. മുൻ അധ്യക്ഷ പത്മിനി ഗോപിനാഥിനാണ് പ്രഥമ പരിഗണന. നഗരസഭയിലെ 36 ഡിവിഷനുകളിൽ 27ലും വിജയിച്ച് ഭരണം പിടിച്ചെടുത്ത UDF ഭരണസമിതി രൂപീകരണ ചർച്ചയിലാണ്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മുൻ അധ്യക്ഷ പത്മിനി ഗോപിനാഥിനാണ് പ്രഥമ പരിഗണന. നിലവിലെ കൌൺസിലർമാരായ ഷേർലി മോൾ, ശ്രീജ ചന്ദ്രൻ എന്നിവരുടെ പേരും ഉയരുന്നുണ്ട്. LDF കോട്ടയായ കോവിലകത്തുമുറിയിൽ CPM നേതാവും മുൻ ഉപാധ്യക്ഷയുമായ ആര്യമ്മ ജയകൃഷ്ണനെ പരാജയപ്പെടുത്തിയാണ് പത്മിനി ഗോപിനാഥ് വീണ്ടും നഗരസഭയിലെത്തുന്നത്. 2015-2020 ഭരണസമിതിയിൽ നഗരസഭ അധ്യക്ഷയായിരുന്ന പത്മിനി ഗോപിനാഥ് കഴിഞ്ഞ 5 വർഷം സജീവ രാഷ്ട്രീയത്തിലില്ലായിരുന്നു. നഗരസഭാ തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായാണ് അവർ സ്ഥാനാർത്ഥിയായി എത്തിയത്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുകയെന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നുവെന്നാണ് സൂചന. ജില്ലാ പഞ്ചായത്ത് അംഗം, പഞ്ചായത്ത് പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി എന്ന നിലയിലും പ്രവർത്തന പരിചയമുള്ള മുതിർന്ന നേതാവാണ് പത്മിനി ഗോപിനാഥ്. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ള ഷേർലി മോളും ശ്രീജ ചന്ദ്രനും കഴിഞ്ഞ ഭരണസമിതിയിലും കൌൺസിലർമാരാണ്. ഷേർലി മോൾ ഈയമട ഡിവിഷനിൽ നിന്നും ശ്രീജ ചന്ദ്രൻ പയ്യമ്പള്ളി ഡിവിഷനിൽ നിന്നുമാണ് വിജയിച്ചത്. പുതുമുഖ ചെയർപേഴ്സൺ എന്ന പരിഗണനയിലാണ് ഇരുവർക്കും സാധ്യത കൽപ്പിക്കുന്നത്. ഉപാധ്യക്ഷ സ്ഥാനം ലീഗിന് നൽകാനാണ് സാധ്യത. അടുക്കത്ത് ഇസ്ഹാഖ്, ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി നാണിക്കുട്ടി കൂമഞ്ചേരി എന്നിവർക്കാണ് സാധ്യത. അതുപോലെ തന്നെ എന്നെ വിജയിപ്പിച്ച മുമ്മുള്ളിയിലെ എല്ലാ വോട്ടർമാർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നിലമ്പൂരിലെ എല്ലാവരും മാർക്സിസ്റ്റ് പാർട്ടിയെന്നോ ലീഗെന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ ഇല്ലാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച നിലമ്പൂരിലെ എല്ലാ വോട്ടർമാരോടും വലിയ സന്തോഷത്തിലാണ്. UDFന്റെ ഐക്യമായ ഒരു പ്രവർത്തനവും വളരെ ചിട്ടയാർന്ന പ്രവർത്തനവും ഒക്കെ കൊണ്ടാണ് ഐതിഹാസികമായൊരു വിജയം വലിയൊരു ഭൂരിപക്ഷത്തിന് നേടാനായത് എന്ന് വിശ്വസിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർ, എൻ്റെ രാമകുത്തിലുള്ള മുഴുവൻ വോട്ടർമാരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എൻ്റെ UDFന്റെ നേതാക്കൾ കഠിനമായ രാവും പകലും നിരന്തരം വിശ്രമമില്ലാതെ പണിയെടുത്തതിൻ്റെ പേരിൽ ആ വിശുദ്ധ കൂട്ടുകെട്ടിനെയും തോൽപ്പിച്ച് ജയിക്കാനായതിൽ ഏറെ സന്തോഷമുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കോവിലത്തുമുറി പോലുള്ള ഒരു വാർഡിനെ 20 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പിടിച്ച് എൻ്റെ പ്രവർത്തകരും നേതൃത്വവും വിചാരിച്ച പോലെ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ സന്തുഷ്ടയാണ്. എന്നെ ഈ പ്രായത്തിൽ ഞാൻ അപ്രതീക്ഷിതമായിട്ടിവിടെ മത്സരിക്കാൻ ഏറെ ആഗ്രഹിച്ചു കൊണ്ടേ നിർത്തിയതാണ്. അത് പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഇവരുടെ പ്രതീക്ഷ തകർന്നേനെ. അപ്പോൾ ആ വിശ്വാസം കാത്തു സംരക്ഷിക്കാൻ കഴിഞ്ഞതിലുള്ള ആത്മാഭിമാനവും കൂടി ഞാൻ പ്രവർത്തകരും ഈ നാട്ടുകാരായിട്ട് പങ്കിടുകയാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.